വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. ആദിയിലുണ്ടായിരുന്ന വചനമാണ് ഭൂമിയിലേക്ക് ഈശോയായിട്ട് കടന്നു വന്നതെന്ന് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷി നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ചത് യേശുക്രിസ്തുവായി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് വചനം? ദൈവത്തിൻ്റെ വാക്കാണ് വചനം. ദൈവത്തിൻ്റെ ശബ്ദമാണ് വചനം. ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് വചനം. ദൈവത്തെ നമ്മൾ കേൾക്കുമ്പോൾ അതാണ് വചനം. വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കേൾക്കെ വായിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കണമെങ്കിൽ, ദൈവത്തെ നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ വചനം വായിച്ചേ മതിയാകൂ. വചനം വായിക്കുമ്പോൾ നമ്മുടെ ചെവികളിലൂടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് നിന്നുകൊണ്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് അരുളി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ആ വചനത്തെ ചെവിയിലൂടെ ശ്രവിച്ച് അവരുടെ ഉദരത്തിലേക്ക് ഈശോ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനാകാത്ത കാര്യമാണ് വചനവായന. വചനമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അതൊരു ശക്തിയാണ്, അത് ക്രിസ്തുവാണ്. പുസ്തകത്തിൽ എഴുതി വരിക്കുന്ന വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് കൂദാശയായി മാറുന്നു. പിതാവായ ദൈവത്തിൻ്റെ കൂദാശയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് പോലെ, എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, വചനം വായിക്കുമ്പോൾ അത് കൂദാശയായി മാറുന്നു, നമ്മെ അഭിഷേകം ചെയ്യുന്നു. വചനത്തിന് ജീവൻ വയ്ക്കണമെങ്കിൽ നമ്മളത് വായിക്കണം. നമ്മുടെ ചെവികളിലും മറ്റുള്ളവരുടെ ചെവികളിലും അത് കേൾക്കണം. നമ്മുടെ ഭവനത്തിലുള്ളവരുടെ ചെവികളിൽ, നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ ഒക്കെ വചനം ശബ്ദമുഖരിതമായി മാറണം. അതിനുള്ള വർഷമാണ് ഈ വചനവർഷം. സഭ പ്രത്യേകമായി വചനത്തിന് ഈ വർഷത്തെ സമർപ്പിക്കുമ്പോൾ പുനരൈക്യത്തിൻ്റെ 100 വർഷങ്ങൾ ആചരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവം തന്നെയായ വചനം മാംസമായ ആ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ കൂടുതലായി അറിയാനായിട്ട് ആഗ്രഹിക്കുക. വചനമാവുന്ന ദൈവമാണ് മാംസം ധരിച്ച് ക്രിസ്തുവായി വന്നതെന്ന്
ഇന്നും വചനത്തിലൂടെ നമ്മോട് അവിടുന്ന് സംസാരിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുകയും അവിടുത്തെ ശ്രവിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഉണ്ടാകും എന്ന് ഈശോ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് അരുളി ചെയ്തുവല്ലോ. സഭയിൽ ഈ ലോകത്തിൽ ദൈവത്തിന് നമ്മോടൊപ്പം ലോകാവസാനം വരെ ആയിരിക്കാൻ അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പത്തിൻ്റെ രൂപത്തിൽ ആ ക്രിസ്തു നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ രൂപത്തിലും ക്രിസ്തു നമ്മുടെ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. വിശുദ്ധ കുർബാന ദേവാലയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും ആ സ്ഥലങ്ങളിലൊക്കെ ഈശോയുടെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കാൻ സാധിക്കും. നമ്മളായിരിക്കുന്നിടങ്ങളിലൊക്കെ വചനം വായിക്കുവാനായിട്ട്, ക്രിസ്തു സാന്നിധ്യം ഉറപ്പാക്കുവാനുമായിട്ടും ദൈവ സാന്നിധ്യ സ്മരണയിൽ ആഴപ്പെട്ട് തിന്മയിൽ അകപ്പെടാതിരിക്കുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥവായനയിലൂടെ, വചനവായനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറയുന്നവരായി മാറുന്നു. നമുക്കൊന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. സൗജന്യമായി നമുക്ക് ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്, അത് സൗജന്യമായി കുടിക്കട്ടെ എന്ന് ഈശോ പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് ദാഹിക്കാം. വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചേ മതിയാകൂ. യേശുക്രിസ്തു നമ്മെ സഹായിച്ചേ മതിയാകൂ. ആ വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കടന്നു വരുന്ന ഒരു വർഷക്കാലം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനും, ആ വചനം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുവാനും, വചനം കേൾക്കുവാനും, വചനം വായിക്കുവാനും, വചനാഭിഷേകത്താൽ നിറയുവാനുമായി നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബനാഥന്മാരെ സമർപ്പിക്കാം. അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവർക്ക് ആവശ്യമായതെല്ലാം ഏറ്റവും കൂടുതലായി പരിശുദ്ധാത്മാവ് കൊണ്ട് അവർ നിറയുവാനായി പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനെ നമുക്ക് വചനത്തിന് സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. വചനവർഷത്തിൽ എല്ലാവരും വചനമാരികൊണ്ട് നിറഞ്ഞ് അഭിഷേകം ചെയ്യപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ ക്രൈസ്തവരൊക്കെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ വചനത്തിൽ മുറുകെ പിടിച്ചവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ധൈര്യമായിട്ട് സിംഹക്കുഴിയിലേക്കും തിളച്ചു മറിയുന്ന എണ്ണയിലേക്കും മറ്റേ പോയി രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചത്. വാളിൻ്റെ വെട്ടുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ രക്തസാക്ഷികളെ പ്രേരിപ്പിച്ചത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാലാണ്. അത് നമുക്ക് മനസ്സിലാക്കുകയും ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകൾക്കും വേണ്ടി ഈ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.